ഹലോ ഗായ്സ്, ഇന്ന് വന്നിട്ടുള്ള രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നേരൊക്കെ വെളുത്തിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മളുടെ അടുക്കളയിൽ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ നമ്മൾ ചായയൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഒട്ടും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ നമുക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കൂടെയുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടി ഉള്ളത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് പിന്നെ ഓൾറെഡി ഞാൻ തലേന്ന് തന്നെ രാത്രി മുഴുവൻ കിടക്കുമ്പോഴത്തേനും വെള്ളത്തിലിട്ട് വെക്കും. എന്നാൽ പിന്നെ നേരം എടുക്കുമ്പോൾ നമുക്ക് ഒറ്റടിക്ക് പച്ചക്കറിയും പരിപ്പൊക്കെ പാടെ വെക്കാമല്ലോ, അത് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളുടെ അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. അടുപ്പിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലീൻ്റെ ആ ഒരു മാവൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എന്നിട്ട് അടുപ്പ് കത്തിക്കുകയാണ്. സാധാ വിറകടുപ്പിലാണ് കേട്ടോ. അങ്ങനത്തെ രാവിലത്തെ കടി പിന്നെ ഉച്ചക്കത്തെ ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ചായ പലഹാരങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഗ്യാസ് മടുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ഏറ്റവും എളുപ്പം പണിയും അടുപ്പത്താണ്. നല്ല വിറകും കത്തിനാണെങ്കിൽ വിറകും പിന്നെ അതുപോലെ നല്ല അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണല്ലോ നല്ലതല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആ മാവൊക്കെ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചത്തിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൂട്ടാ. എന്നിട്ട് നമ്മൾ നല്ല വെള്ളമായി തിളച്ച് വന്നപ്പോൾ ഓരോ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിനും ചുറ്റിലും എന്താ കിടക്കണേന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നമ്മൾ ചീനമുളകാണ് കേട്ടോ. അത് വീട്ടിലുണ്ടായതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ചീനമുളക് സുർക്കയിലൊന്നും ഇട്ടാലൊന്നും ആരും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ അടുപ്പിനും ചുറ്റോറിട്ടിട്ട് നമ്മളിങ്ങനെ മുളക് പൊടിയൊക്കെ പൊടിപ്പിക്കൂലേ, ആ ഒരു ടൈമിൽ നമ്മൾ അതിലിട്ടിട്ട് പൊടിപ്പിക്കാറാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെക്കുകയാണ്. നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറി കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് കളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ മീൻ വണ്ടിക്കാരെ വന്നപ്പോൾ മീനും മേടിച്ച് വെച്ച് അപ്പോൾ ആദ്യം മോനിക്കും ഇക്കാക്കും ഉപ്പാക്കൊക്കെ ചായയും കൊടുത്തിട്ടാ. ഈ മുഖമൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.